ഇന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാം. പണ്ട് എപ്പോഴെങ്ങാണ്ട് പോയത് കുറേ നാളായി. പിന്നെ അതിനുശേഷം ഇപ്പോഴൊന്ന് പോകാനുള്ളൊരു അവസരം കിട്ടിയത്. നിർമ്മാലയം കണ്ട് തൊഴാമെന്ന് വിചാരിച്ച് രാവിലെ 2:30 ആയപ്പോഴത്തേക്കാണ് ക്യൂവിൽ കയറി. ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയത്. ഇവിടെ കണ്ടൊരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. നമ്മൾ നിന്ന് ക്യൂവിനകത്ത് പ്രായമായവരുണ്ട്, കുഞ്ഞുങ്ങളായിട്ട് വന്നവരുണ്ട്, ആരോഗ്യ പ്രശ്നമായിട്ടുള്ളവരുണ്ട്, അങ്ങനെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. അവരെല്ലാം അത്രയും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കുറേ പേര് വേറെ സൈഡിൽ കൂടെ പോകുന്നു. അതെന്താ അങ്ങനെ പോകുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ അവിടെ ഒരു ആൻറ്റിയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, പ്രായമായവർക്ക് പോകാൻ വേണ്ടി പ്രത്യേക ക്യൂ ഉണ്ട്, അതേപോലെ ക്യൂവിൽ നിൽക്കാതെ നമുക്ക് ഡയറക്റ്റ് ചെന്ന് അല്ലാതെ കണ്ടു തൊഴാം, പൈസ കൊടുത്താൽ മതി എന്നൊക്കെ. ഇതിപ്പം എല്ലാം ഒരു ബിസിനസ് മൈൻഡിൽ പോകുന്ന പോലെ തോന്നി. ക്യൂവിൽ നിൽക്കുന്നവരായാലും പൈസ കൊടുത്തിട്ട് പോകുന്നവരെല്ലാവരും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ പോകുന്നത്. അതുമാത്രമല്ല, ഈ പ്രായമായവരുടെ ക്യൂവിനകത്തൂടെ പോകുന്നത് അങ്ങനെയുള്ളവർ മാത്രമല്ല, അല്ലാതുള്ളവരും പോകുന്നുണ്ട്. അത് ശ്രദ്ധിക്കാനും എടുക്കാനും അവിടെ ആരുമില്ല. അതുകൊണ്ട് ഈ ക്യൂവിൽ നിൽക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഒരേപോലെ സൗകര്യവും പരിഗണനയും കിട്ടുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. അപ്പോൾ എത്ര പേര് എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.